ഹലോ, അണ്ടർറേറ്റഡ് സോങ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പാട്ടായി ഇറങ്ങിയ ടൈമിൽ ഹിറ്റ് അല്ല എന്നല്ല അർത്ഥമാക്കിയത്. ഞാൻ പറയുന്ന പല അണ്ടർറേറ്റഡ് ഗാനങ്ങളും എന്റെ ചെറുപ്പത്തിലൊക്കെ റേഡിയോയിലും ചിത്രഗീതത്തിലും ഒക്കെ ഒരുപാട് തവണ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഇപ്പോഴുള്ള പല ആൾക്കാരോട് ചോദിച്ചാൽ, ന്യൂ ജനറേഷനോടൊക്കെ ചോദിച്ചാൽ അവർക്ക് അറിയില്ല, കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ചിലരാണെങ്കിൽ അയ്യോ മറന്നുപോയായിരുന്നു ഈ പാട്ട്, ഓർമ്മിപ്പിച്ചതിന് നന്ദി, അങ്ങനെ തോന്നിയ ഗാനങ്ങളാണ് ഈ അണ്ടർറേറ്റഡ് സോങ്സ് ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ കുറച്ചുകൂടി റെക്കഗ്നിഷൻ കിട്ടേണ്ട, അവാർഡൊക്കെ കിട്ടേണ്ടിയിരുന്ന ഗാനം, കൂടുതൽ റീച്ചും പോപ്പുലാരിറ്റിയും ഒക്കെ കിട്ടേണ്ട ഗാനമായിരുന്നു എന്ന ഒരു തോന്നൽ വന്ന സോങ്സ് ആണ്. കുറച്ചു നാൾ മുമ്പ് ഞാനോ രാവോ എന്ന കമ്മാര സംഭവത്തിലെ പാട്ട് അണ്ടർറേറ്റഡ് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് വൈറലായി, ഇപ്പോൾ അതിന്റെ അണ്ടർറേറ്റഡ് പദവി മാറുകയും ചെയ്തു. അതുപോലെ ഓളങ്ങൾ എന്ന പാട്ട്. സോ ഇങ്ങനെയുള്ള ചില കിടുപ്പാട്ടുകൾ കൂടുതൽ വൈറലാവണം, ട്രെൻഡിങ് ആവണം, കൂടുതൽ റീച്ച് കിട്ടണം എന്ന് കരുതുന്ന 10 അണ്ടർറേറ്റഡ് മലയാളം ഗാനങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓൾറെഡി പണ്ട് 2 വീഡിയോ മലയാളം അണ്ടർറേറ്റഡ് സോങ്സിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കണ്ടു നോക്കുക. സോ ലെറ്റ് us ആദ്യം നമ്മൾ പറയുന്നത് 2022 ഇറങ്ങിയ ലിറ്റിൽ മിസ് റാവുത്തർ എന്ന സിനിമയിലെ സ്നേഹദ്വീപിലെ എന്ന ഗാനമാണ്. ഒരു ഭയങ്കര മെസ്മറൈസിംഗ് ആയിട്ടുള്ള ഒരു മെലഡിയാണിത്. ഗോവിന്ദ് വസന്തയാണ് ഇതിന്റെ മ്യൂസിക്, അൻവർ അലിയുടേതാണ് ലിറിക്സ്. പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ ചിന്മയി ശ്രീപാദയും പ്രദീപ് കുമാറുമാണ്. ഇതിന്റെ സംഗീതവും ആലാപനവും മാത്രമല്ല, ഇതിന്റെ വരികളും ഭയങ്കര രസമാണ്. വളരെ പുതുമയുള്ള വരികൾ, വാക്കുകളൊക്കെയാണ് പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയാം. കേട്ടു നോക്കുക. ഇതിനിപ്പോഴും ഏതാണ്ട് 163K വ്യൂസ് മാത്രമേ യൂട്യൂബിലുള്ളൂ. ഞാൻ ഈ പടം കണ്ടിട്ടില്ല, പടത്തിൽ ഈ പാട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ലിറിക്കൽ വീഡിയോ ആണ് യൂട്യൂബിലുള്ളത്, അതിന് തന്നെ വ്യൂ കുറവാണ്. കേട്ടു നോക്കുക, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് 2015 ഇറങ്ങിയ ലാവണ്ടർ എന്ന സിനിമയിൽ നിന്നാണ് അനാദിയുഗങ്ങളായി എന്ന ഗാനം. ദീപക് ദേവിന്റേതാണ് ഇതിന്റെ സംഗീതം, റഫീഖ് അഹമ്മദ് ആണ് ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. വിജയ് യേശുദാസിന്റെ മനോഹരമായ ആലാപനം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെലഡിയാണ് ഇതും. അടുത്തത് ഒരു പഴയ പെപ്പി നമ്പറാണ്. ഇത് എത്ര പേർക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. പലർക്കും ഇതത്ര ഇഷ്ടമാകാൻ സാധ്യതയില്ല. എന്തായാലും എനിക്ക് കുട്ടിക്കാലത്ത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ആയിരുന്നു. നമ്മുടെ അനശ്വരയായ ഗായിക സ്വർണലത ആലപിച്ച ഒരു കിടിലൻ പാട്ടാണിത്. 1995 റിലീസായ മംഗല്യസൂത്രം എന്ന സിനിമയിലേതാണ് ഈ പാട്ട്. ബേണി ഇഗ്നേഷ്യസിന്റേതാണ് സംഗീതം, ഗിരീഷ് പുത്തഞ്ചേരിയുടേതാണ് വരികൾ. അക്കാലത്ത് ഈ പാട്ട് റേഡിയോയിലൊക്കെ വരുമായിരുന്നു, വളരെ പോപ്പുലർ ആയിരുന്നു. എങ്കിലും ഈ സിനിമയിലെ വെള്ളാരം കിളികൾ വലം വെച്ച് പറക്കുമെന്ന പാട്ടായിരുന്നു കൂടുതൽ ഹിറ്റ്. സത്യം ഓഡിയോസ് ഇറക്കിയ ഇതിന്റെ ഓഡിയോ ജൂക്ക് ബോക്സിൽ പോലും ഈ പാട്ട് മാത്രം സൗകര്യപൂർവ്വം മറന്നിട്ടുണ്ട്. സോ ഇതിന്റെ നല്ലൊരു ഓഡിയോ വേർഷൻ പോലും അവൈലബിൾ അല്ല എന്നുള്ളതാണ് സത്യം. നെക്സ്റ്റ് ഒരു അണ്ടർറേറ്റഡ് സോങ്ങേ അല്ല. പക്ഷേ ഈ അണ്ടർറേറ്റഡ് ഗാനങ്ങൾ എന്നൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 98 ശേഷമൊക്കെ ജനിച്ച കുട്ടികൾ അണ്ടർറേറ്റഡ് ആണെന്ന് പറയുന്ന ഒരു പാട്ടാണിത്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ട് റിലീസ് ടൈമിൽ നല്ല ഹിറ്റായിരുന്നു, ഒരിക്കലും അണ്ടർറേറ്റഡ് അല്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണിത്. അന്ന് ഈ സിനിമയിലെ എല്ലാ ഗാനങ്ങളും ഹിറ്റാണ്. പ്രത്യേകിച്ച് താമര നൂലിനാൽ എന്ന പാട്ടായിരുന്നു കൂടുതൽ ഹിറ്റ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ട്രെൻഡിങ് ആയിരുന്നു ആ സോങ്. അതുപോലെ തന്നെ ചിറ്റുകുരുവി, തുന്തലക്കടി, പിന്നെ ഈ പാട്ട്, അങ്ങനെയെല്ലാം. പക്ഷെ ഇപ്പൊ പലർക്കും ഇത് അറിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട്.
അതുകൊണ്ട് ഞാൻ തന്നെ വളരെ അത്ഭുതത്തോടെ സങ്കടത്തോടെ ഈ പാട്ട് അണ്ടർ റേറ്റഡ് ആണെന്ന് പറയുകയാണ്. മുല്ലവള്ളിയും തേന്മാവും എന്ന സിനിമയിലെ നിനക്കും നിലാവിൽ. ഔസേപ്പച്ചന്റെ സംഗീതം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, കല്യാണി മേനോന്റെ മനോഹരമായ ആലാപനം. എന്നാലും ഇതൊക്കെ അണ്ടർ റേറ്റഡ് ആണോ? ഈ പാട്ടോ? സീരിയസ്ലി? കുട്ടികളെ, ഞങ്ങളിത് കാസറ്റൊക്കെ മേടിച്ച് വീട്ടിലെപ്പോഴും കേട്ടുകൊണ്ടിരുന്ന പാട്ടാണ് അക്കാലത്ത്. എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർക്കൊക്കെയും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു, മിക്കവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. പക്ഷെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി ഞാനിത് അണ്ടർ റേറ്റഡ് ആണെന്ന് പറയേണ്ടി വന്നു. സോറി. അടുത്തതും ഒരു പെപ്പി നമ്പർ ആണ്. 1993 റിലീസായ പൊരുത്തം എന്ന സിനിമയിലെ ഓലക്കം പീലിക്കായി. മിൻമിനി എന്ന ഗായിക തിളങ്ങി നിൽക്കുന്ന ടൈമാണത്. ഒരു 92-93 കാലഘട്ടത്തിൽ ഈ റോജയിലെ പാട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞ് മിൻമിനിയുടെ ഇഷ്ടം പോലെ ഗാനങ്ങളാണ് തമിഴിലും മലയാളത്തിലും ഒക്കെ വന്നത്. അത്തരത്തിൽ മിൻമിനിയുടെ ആ ഒരു സ്റ്റാർഡം ഉപയോഗിച്ച് വന്ന ഒരു പാട്ടാണെന്ന് പറയാം. പക്ഷേ അത്ര വലിയ ഹിറ്റായില്ല. ഇപ്പോൾ അന്യം നിന്ന് പോയ പണ്ട് പ്രശസ്തമായിരുന്ന ഈ നായികയുടെ ഇൻട്രോ എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ടാവും. അത്തരത്തിലൊരു പാട്ടാണിത്. നമ്മുടെ ശ്രീലക്ഷ്മി എന്ന നടിയുടെ ആദ്യത്തെ മലയാള സിനിമയായിരുന്നു പൊരുത്തം. ഗിരീഷ് പുത്തഞ്ചേരിയുടേതാണ് വരികൾ, സംഗീതം മോഹൻ സിത്താര. ഈ പടത്തിലെ അക്കാലത്തെ വലിയ ഹിറ്റ് എനിക്ക് തോന്നുന്നു ഇതിൽ യേശുദാസ് പാടിയ വസന്തം വാഗമലരെ എന്ന പാട്ടാണ്. വസന്തം വാഗമലരെ നമ്മൾ അണ്ടർ റേറ്റഡ് സോങ്സ് പറഞ്ഞ പഴയ എപ്പിസോഡുകളിൽ ലാപ്ടോപ്പിലെ പാട്ടുകൾ പറഞ്ഞിരുന്നു. ഇതേ ലാപ്ടോപ്പ് എന്ന സിനിമയിൽ തന്നെ മറ്റൊരു ഗാനം കൂടി അന്ന് വിട്ടുപോയിരുന്നു. അത് ഇതിൽ ചേർക്കുകയാണ്. ഇളം നീലമിഴികൾ. റീത്ത പോളിന്റേതാണ് വരികൾ, സംഗീതം ശ്രീവത്സൻ ജെ മേനോൻ. അദ്ദേഹം തന്നെയാണ് ഈ പാട്ട് ആലപിച്ചിരിക്കുന്നത്. സോ മൊത്തത്തിൽ ഈ പടത്തിലെ എല്ലാ ഗാനങ്ങളും അണ്ടർ റേറ്റഡ് ആണെന്ന് പറയേണ്ടി വരും. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു പോപ്പുലർ ആയിരുന്നത് ജലശയ്യയിൽ എന്ന പാട്ടായിരുന്നു. നെക്സ്റ്റ് ഒരു ഗോസ്പൽ ഫീൽ നൽകുന്ന ഒരു പാട്ടാണ്. 2013 റിലീസായ കഥവീട് എന്ന സിനിമയിലെ കാറ്റിലെ പൂമണം എന്ന ഗാനം. എം ജയചന്ദ്രന്റേതാണ് സംഗീതം. സംവിധായകൻ കൂടിയായ സോഹൻലാൽ തന്നെയാണ് ഈ ഗാനം എഴുതിയിട്ടുള്ളത്. ആലാപനം ശ്വേതാ മോഹൻ. ഈ ഗാനരംഗത്ത് അഭിനയിച്ചിരിക്കുന്നത് ബംഗാളി നടിയായ ഋതുപർണ സെൻ ഗുപ്തയാണ്. അടുത്തത് 2016 റിലീസായ ഗപ്പി എന്ന ചിത്രത്തിലെ അതിരലിയും എന്ന ഗാനമാണ്. ഞാൻ പണ്ട് നമ്മുടെ ഗായിക ലതിക ടീച്ചറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം ലതിക എന്ന അതുല്യ ഗായിക പാടിയ ഒരു പാട്ടാണിത്. ഒപ്പം വിജയ് യേശുദാസും പാടിയിട്ടുണ്ട്. റഫീഖ് അഹമ്മദിന്റേതാണ് വരികൾ, സംഗീതം വിഷ്ണു വിജയ്. അടുത്തത് മോഹൻ സിത്താരയുടെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആണ്. 2013 റിലീസായ 3G തേർഡ് ജനറേഷൻ എന്ന സിനിമയിലെ അഴകേ എന്ന ഗാനം. ഈ പാട്ട് ഇറങ്ങിയ ടൈമിൽ ഒറ്റ തവണ കേട്ടപ്പോഴേ എനിക്ക് പേഴ്സണലി ഇഷ്ടമായ ഒരു പാട്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് വലിയ ഹിറ്റ് ആകുമെന്ന്. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. റഫീഖ് അഹമ്മദിന്റേതാണ് ഇതിന്റെയും വരികൾ. നജീം അർഷാദും മഞ്ജരിയും ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത്. ഈ ഗാനരംഗത്ത് അഭിനയിച്ചിരിക്കുന്നത് മെഹുൽ ജെയിംസും നടി ദിവ്യ ഉണ്ണിയുടെ അനിയത്തിയായ വിദ്യ ഉണ്ണിയുമാണ്. നല്ലൊരു പാട്ടാണ്. കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേട്ടു നോക്കൂ. അടുത്തത് ഒരു അണ്ടർ റേറ്റഡ് സോങ് എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. ഇറങ്ങിയ സമയത്ത് വളരെ വലിയ ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ്. ഒരുപക്ഷെ 90s 80s കിഡ്സിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മെലഡികളിൽ ഒന്ന് തന്നെയായിരിക്കാം. അകലെ എന്ന സിനിമയിലെ പ്രാവുകൾ കുറുകുന്നു എന്ന ഗാനം.
എല്ലാ കാലത്തും എൻ്റെ പ്ലേലിസ്റ്റിലുള്ള ഒരു പാട്ടായിരുന്നു ഇത്. ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു ഗാനമാണ്. പക്ഷേ ഈ അടുത്തിടെ 1-2 പേരോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പാട്ടിനെ കുറിച്ച് അവർ അറിയത്തു പോലുമില്ല. സോ അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു ഇത് കുറച്ചുകൂടി റീച്ച് കിട്ടേണ്ട ഒരു ഗാനമായിരുന്നു അല്ലെങ്കിൽ ഗാനമാണ് എന്ന്. അതുകൊണ്ട് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന് തമിഴ്നാട്ടിൽ ബാൻ ചെയ്ത എൻ്റെ ഫേവറേറ്റ് ഗായികമാരിൽ ഒരാളായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും കൂടിയായ നമ്മുടെ ചിന്മയിയാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരിയുടേതാണ്, സംഗീതം M ജയചന്ദ്രൻ്റെതും. ഇനിയിപ്പോൾ കുറച്ചുപേര് വന്ന് പറയും ഇതൊക്കെ നിന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും എല്ലാവരുടെയും എന്ന് പറയരുതെന്ന്. ഹലോ ചേട്ടാ, അനിയ, ഞാൻ എൻ്റെ ഫേവറേറ്റ് അല്ലേ പറയേണ്ടത്. എൻ്റെ ഫേവറേറ്റ് ഗാനങ്ങളിൽ അണ്ടർ റേറ്റഡ് എന്ന് തോന്നിയ ഗാനങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് വേണ്ടി നിങ്ങൾ പറയൂല്ലല്ലോ, അപ്പൊ ഞാൻ തന്നെ പറയേണ്ടി വരും. അത് ചിലർക്കെങ്കിലും റിലേറ്റഡ് ആയി എന്ന് തോന്നിയാൽ സന്തോഷം, അത്രമാത്രം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടും മറ്റു പലരും കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നൊക്കെ തോന്നിയ അണ്ടർ റേറ്റഡ് എന്ന് നിങ്ങൾക്ക് തോന്നിയ ഗാനങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും കാണാം. ശരിയാണ്.